വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് കൊല്ലം മാടനിടയിലാണ്. ഇത് PWD എഞ്ചിനീയറായ നന്ദസാറിൻ്റെയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ സൈക്യാട്രിസ്റ്റായ സ്വാതി മാമിൻ്റെ വീടാണ്. 2800 സ്ക്വയർ ഫീറ്റിൽ 8.5 സെന്റ് പ്ലോട്ടിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടാണ്. ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സ്വസ്തി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. ഒരു കൊളോണിയൽ കണ്ടംപററി ഫ്യൂഷൻ സ്റ്റൈലിലാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ഇന്റീരിയേഴ്സും ചെയ്തിരിക്കുന്നു. നമുക്ക് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം 3 കാറുകൾ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലോറിൽ, ഇവിടെ മുറ്റത്തായിട്ടാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കിണറും വന്നിട്ടുള്ളത്. ഈ ഒരു കിണറിന് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നു. ടൈല് തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ അതേ ടൈല് തന്നെ നമ്മുടെ സിറ്റൗട്ടിന്റെ വോളിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സിറ്റൗട്ടിന്റെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാ കാണുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു കാൻഡിലിവർ മോഡലിൽ തന്നെ നല്ല വീതിയുള്ള സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ധാരാളം വിൻഡോസ്, വലിയ ലാർജ് സൈസിലുള്ള വിൻഡോസ് ആണ് കാണുന്നത്. കൂടുതലും സ്ലൈഡിങ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്ലാസ് വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ UPVCയിലാണ് സ്ലൈഡിങ് വിൻഡോസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിറ്റൗട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടെല്ലാം തന്നെ ഹിൽവുഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ടുള്ളത് സ്റ്റീൽ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം. എല്ലാവരും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ചാനൽ. അപ്പോൾ ഇതാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായിട്ട് ഇതാ ഇങ്ങനെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്ക് 3-4 കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് നമ്മൾ ഗേറ്റ് ഫുള്ളായിട്ട് തുറന്നിട്ട് നമുക്ക് കാർ ഇടാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അശ്വതി എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത്. ഈ ഒരു വീട് ഫുള്ളായിട്ട് മഡ് ബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റഡ് ഗേറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതും നല്ല വിശാലമായിട്ടുള്ളൊരു ഗേറ്റ് തന്നെയാണ്. നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഇങ്ങനെ തുറന്നിട്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതുകൂടെ അതൊരു ചെറിയ ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് കാണാം. ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ഒരു കൺസൾട്ടേഷൻ റൂം ചെയ്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പോർഷനാണേ. അത് നമുക്ക് ഉള്ളിൽ നിന്ന് കാണാം കേട്ടോ. പിന്നെ ഇതാ ഈ പോകുമ്പോൾ ഇവിടെ കണ്ടില്ലേ, മുറ്റത്തായിട്ട് ഒരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെബിൾസൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതാ ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇത് റെഡിമെയ്ഡ് തുണി കഴുകുന്ന കല്ലാണ് കേട്ടോ. ഇത് വളരെ യൂസ്ഫുള്ളാണ്. സ്ഥലം ഇല്ലാത്തടത്ത്, നമ്മളുടെ വീട്ടിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ മുകളിൽ ടെറസ് ഏരിയയിലൊക്കെ വെക്കാനും ഒക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു കല്ലാണേ. ഇനി നമ്മുടെ സിറ്റ് ഔട്ട് പോർഷനാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് 1 mm തിക്നെസ്സിൽ വരുന്ന സാൻഡ്വിച്ച്ഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോ സൈഡിലൊക്കെ ഹിൽവുഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ഡോറ് സ്റ്റീൽ ഡോറാണ്. മെയിൻ ഡോറിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ ലിവിങ് ഹാളിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലോപ്പിംഗ് റൂഫാണ് വരുന്നത്. ഇവിടെ ഈ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ ഈ ഒരു വൈറ്റ് കേർട്ടൻസ് കൊടുത്ത്, ഷിയർ കേർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു ബ്രൈറ്റ്നെസ് നല്ല രീതിയിൽ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സെക്ഷനിലോട്ട് പോകാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വശത്തായിട്ട് നമ്മുടെ ഫാമിലി ലിവിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിലാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ വോളിൽ ലോവറിൻ്റെ പാനലിങ് ചെയ്തിരിക്കുന്നു.
ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വാഷ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ടി വി യൂണിറ്റും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് പാനലിങ്ങിന് ലൂവേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്നായിട്ട് ദാ ഇവിടെ ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങാനുള്ള പോർഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് UPVCയുടെ സ്ലൈഡിങ് ഗ്ലാസ് ഡോഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ തുറന്നിടുമ്പോൾ നല്ലൊരു ഫ്രഷ് എയറും നല്ല ലൈറ്റും ഒക്കെ വീടിനുള്ളിലേക്ക് എപ്പോഴും കിട്ടും. നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്നായതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് കിട്ടും, നല്ലൊരു ഫ്രഷ് എയർ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ കിച്ചനാണ്. ഒരു ഓപ്പൺ കിച്ചനാണ്, നമ്മുടെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വരുന്ന ഒരു ഓപ്പൺ കിച്ചനാണ്. ഈ ഒരു സൈഡിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ചെയേഴ്സും കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ മോഡുലാർ കിച്ചൺ. ഇവിടുത്തെ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിലാണ്. നമ്മുടെ വാഷിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം WPC യൂസ് ചെയ്തിട്ട് ബാക്കി എല്ലായിടത്തും മറൈൻ പ്ലൈ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കിച്ചൺ കണ്ടപ്പം കുറേ പേരെങ്കിലും ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായിട്ടുള്ളവർ അതെന്താണെന്ന് ഇപ്പോഴേ കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും നമുക്ക് കിച്ചണിലേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് മനസ്സിലായിട്ടുള്ളവർ കമൻറ്റ് ചെയ്തോളൂ. ലാസ്റ്റ് ഞാൻ എന്താണെന്ന് വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്കൊന്ന് കയറിയാലോ. മുകളിൽ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് താഴത്തെ റൂംസും കൂടി കാണാം. മുകളിൽ 3 ബെഡ്റൂംസും താഴെ 2 ബെഡ്റൂമാണ്. കയറി വരുമ്പോൾ ഒരു ഹോളാണിത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ബെഡ്റൂം സ്പേസ് വരുന്നത് 390/357 ആണ്, എക്സ്ക്ലൂഡിങ് ഡ്രസ് ഏരിയ. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ധാരാളം സ്റ്റോറേജ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലോട്ട് ഇറങ്ങാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ, നമ്മൾ റൂമിൽ നിന്ന് നമുക്ക് ഇറങ്ങി നിൽക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബാൽക്കണി പോർഷനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ഗ്ലാസ് ഡോർസ്, UPVCയുടെ സ്ലൈഡിങ് ഗ്ലാസ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വിൻഡോയും കൂടി അല്ല ഈ ഒരു ഡോറും കൂടി ഇങ്ങനെ തുറന്നിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. നല്ല കാറ്റൊക്കെ കിട്ടാനും ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ലൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു മിറർ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു പോർഷനിൽ ഫുള്ളായിട്ട് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുകയാണ്. അതും ഇവിടെ എല്ലാം ഗ്ലാസ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. മറൈൻ പ്ലൈയിലാണ് ഇവിടുത്തെ വാർഡ്രോബ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് ഡോർസും കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ സൈഡിലും ഒക്കെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ്, ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 390/330 ആണ്. ഇതാണ് മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂം. ടോട്ടൽ മുകളിൽ 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള ഡോർ ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഗ്ലാസ് ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത്. UPVCയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂഫ് നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് റൂഫ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഒരു സീലിംഗ് വർക്കും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കിതാ ഇങ്ങനെ ബാൽക്കണിയിലോട്ട് ഇറങ്ങാം. നമുക്ക് ഫുള്ളായിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാനും പറ്റും.
ഒരു റൂമിൽ ഫർണിച്ചേഴ്സൊക്കെ കിടക്കുന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മുകളിൽ നിന്ന് ഇതാ ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയ കൂടി ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് താഴത്തെ ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇത് ആണ് മാസ്റ്റർ ബെഡ്റൂം. 390/360 ആണ് ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത്. ഒരു ബേ വിൻഡോ ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഈ ഒരു റൂമിൻ്റെ ഇൻറ്റീരിയേഴ്സും ചെയ്തിരിക്കുന്നു. ഇവിടെ വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈയിൽ തന്നെയാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിച്ചണിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതൊരു കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്ററാണ്. 3R ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു വാഷിംഗ് മെഷീൻ്റെ രീതിയിലാണ് ഇതിരിക്കുന്നത്. നമുക്ക് കിച്ചണിലെ എല്ലാ വേസ്റ്റും ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനകത്ത് 2 ബിന്ന് വരുന്നുണ്ട്. ഇതിപ്പം പുതിയ പ്രോഡക്റ്റാണ്, ഇതിനകത്ത് വേസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ 2 ബിൻ വരുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിച്ചണിൽ ഏത് വേസ്റ്റും, പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇടരുത്, കിച്ചണിൽ ഏത് വേസ്റ്റും നമുക്ക് ഇടാൻ പറ്റും. ഇതിങ്ങനെ നമ്മൾ ഒരു ബിന്നിലിടുക. ദിവസം ഒരു 1 ഡേയിൽ നമുക്ക് 2 kg അടുപ്പിച്ചുള്ള വേസ്റ്റ് ഇടാൻ പറ്റും. ഓരോ ടൈമിൽ ഇതിനകത്ത് ഓരോ ദിവസം വേസ്റ്റ് ഇടുക. വെള്ളത്തോടുള്ള വേസ്റ്റൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് സോഡസ്റ്റും കൂടെ മിക്സ് ചെയ്യുക. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. ഒരു 15 ഡേയ്സ് ഓൾമോസ്റ്റ് ആകുമ്പോൾ ഇത് ഒരു ബിന്ന് കംപ്ലീറ്റ് ആവും, നിറയും. അപ്പോൾ നമുക്ക് അടുത്ത ബിന്ന് യൂസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് തന്നെ വെക്കുക. ഇതിൻ്റെ ലിഡ് നല്ല ടൈറ്റായിട്ട് വരുന്ന ലിഡാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇത് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ബിൻ യൂസ് ചെയ്യുക. ഒരു 15 ഡേയ്സ് ആകുമ്പോൾ ഇത് ഫസ്റ്റ് ബിൻ കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് ആ കമ്പോസ്റ്റ് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് തന്നെ നമ്മൾ ഈ സോഡസ്റ്റിന് പകരം അടുത്ത വേസ്റ്റ് ഇടുന്ന സമയത്ത് ഇത് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഹോൾ വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ഒരു ഹോസ് കണക്ട് ചെയ്തിട്ട്, ഹോസ് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിലോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ചെറിയൊരു ലിക്വിഡ് വരും കേട്ടോ. ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അത്. നമുക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. ഒരു സ്മെല്ലോ കാര്യങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും വരില്ല. നമ്മുടെ കിച്ചണിലെ സാധാ നമുക്ക് കിച്ചൺ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന കണക്ക് തന്നെ കിച്ചണിലോ വർക്കിംഗ് കിച്ചണിലോ ഒക്കെ വെച്ചിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെപ്പോഴും വേസ്റ്റ് ഇടുന്നതിന് മുന്നേ, വേസ്റ്റ് ഇട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഇത് പവർ ഓൺ ആക്കി ഇടണം. ചെറിയൊരു കറണ്ട്, ഒരു മന്ത്ലി ഒരു 1 യൂണിറ്റിന് താഴെ മാത്രമേ കറണ്ട് എടുക്കുകയുള്ളൂ, ചെറിയ പവറേ എടുക്കുകയുള്ളൂ. ഇത് ഫുൾ ടൈം ഓൺ ആയിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ ഇതിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. 2800 സ്ക്വയർ ഫീറ്റിൽ 8.5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. വളരെ ഭംഗിയായിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ളൊരു വീടായിരുന്നു. ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? ഈ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് കിട്ടിയിട്ടുണ്ടോ? എങ്ങനെയുള്ള വീടുകളാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. വീട് വെക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.